ബിനാലയിൽ അന്ത്യ അത്താഴത്തെ വികലമായി ചിത്രീകരിച്ചതിനെ തുടർന്ന് വലിയ പ്രതിഷേധം വന്നു. പക്ഷേ സ്റ്റോൾ പൂട്ടിച്ചു. എന്നാൽ ലോട്ടറിയിൽ ശിവലിംഗത്തെ അപമാനിക്കുന്ന, ഇകഴ്ത്തുന്ന തരത്തിൽ വലിയ രീതിയിൽ വികൃതമാക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം വന്നു. പക്ഷേ ഇതിനെതിരെ ആരും ഒരു വാർത്ത പോലും കൊടുത്തില്ല, ഒരു നടപടിയും എടുത്തില്ല. എന്തൊരു വൈരുദ്ധ്യമാണത്. അതെ, ഇതിനെ പറ്റിയിട്ട് വാർത്ത ഒരിടത്തും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ബിനാലെ ചിത്രത്തിനെതിരെ സിറോ മലബാർ സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത മനോരമ കൊടുത്തിട്ടുണ്ട്. പ്രാധാന്യത്തോടു കൂടിയാണ് ബിനാലയുടെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിശുദ്ധമായ അടയാളങ്ങളിലൊന്നായ അന്ത്യ അത്താഴം അപമാനകരവും വികലവുമായി അവതരിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധവുമായി സിറോ മലബാർ സഭ. കോടിക്കണക്കിന് വിശ്വാസികൾ ആത്മീയ പ്രചോദനത്തിൻ്റെ പ്രതീകമായി കരുതുന്ന അന്ത്യ അത്താഴ രംഗത്തെ അവഹേളിച്ചത് മതവിശ്വാസത്തോടുള്ള അടിസ്ഥാന ബഹുമാനം ലംഘിക്കലാണ്. കലാസ്വാതന്ത്ര്യം ജനാധിപത്യ സമൂഹത്തിൻ്റെ അനിവാര്യ ഘടകമാണെങ്കിലും മതവിശ്വാസികളെ പരിഹസിക്കുന്നതും വിശുദ്ധ പ്രതീകങ്ങളെ വികലമായി ചിത്രീകരിച്ച് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാനാകില്ല. നീതിയുക്തമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് സഭ പ്രതീക്ഷിക്കുന്നതായി PRO പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി തന്നെ, ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. ബിനാലയിലെ ആ ചിത്രം നീക്കുകയും സ്റ്റോളൊക്കെ പൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടതാണ് ലോട്ടറി, കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ലോട്ടറിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്ത്രീയുടെ യോനിയിൽ നിന്ന് ആർത്തവ രക്തം ഒഴുകുന്നു, അത് നേരെ ശിവലിംഗം കാണിച്ചിരിക്കുന്നു, ശിവലിംഗത്തിലേക്ക് വീഴുന്നതായിട്ട് വന്നിരിക്കുന്നു. ഒരു പ്രതിഷേധമില്ല, ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു മാപ്പ് പറച്ചിലില്ല, ഖേദം പ്രകടിപ്പിക്കുന്നില്ല, അത് പിൻവലിക്കുന്നില്ല, ഒന്നും ചെയ്തില്ല. ഇവിടെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് മനസ്സിലാകും. വളരെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഹിന്ദു സമുദായത്തിനോട്, ഹിന്ദു മതത്തിനോട്, അതിൻ്റെ വിശ്വാസങ്ങളോട്, അതിൻ്റെ ദൈവങ്ങളോടൊക്കെ നിന്ദ്യമായിട്ടും ക്രൂരമായും പെരുമാറാൻ കഴിയുന്നവരാണ്. അവിടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. ഇവിടെ അതേസമയം ക്രിസ്തീയ സമൂഹത്തിനോട് അവർ വളരെ വിധേയത്വം കാണിക്കുകയാണ്. എന്തുകൊണ്ട് ഈ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കില്ല, ഇല്ലെങ്കിൽ അവരുടെ പാർട്ടിയോ സംഘടനയോ ഉണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കില്ല, അവർക്ക് ഈ പ്രതിഷേധത്തിനോടൊപ്പം നിൽക്കില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഹിന്ദു സമൂഹം ഒന്നിച്ച് നിന്ന് ഇതിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ ഭയം കൊണ്ടാണ് ഇവർ എന്തുകൊണ്ട് ഈ പറയുന്ന ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയില്ലേ, അന്ന് അവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് ഭയമുണ്ട്. ആർക്ക് ഭയമുണ്ട്? ഈ നബിയുടെ ചിത്രം വരയ്ക്കുമോ? ഇല്ല. ഇത്തരത്തിൽ വികലമായിട്ട് കാബയെ ചിത്രീകരിക്കുമോ? ഇല്ലല്ലോ. അവിടെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടി കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തുമാകാം, ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ ധാർഷ്ട്യവും ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മയൊക്കെയാണ് ഈ കാണുന്നത്. ഹിന്ദു സമുദായത്തിൽ നമ്മൾ ഏറ്റവും പരിശുദ്ധമായിട്ട് വിശുദ്ധമായി കാണുന്ന മഹാതത്വം നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യം പറഞ്ഞിരിക്കുന്ന, ഇല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥമെന്നുള്ളത് പറഞ്ഞിരിക്കുന്ന ശിവലിംഗമാണ്. ശിവലിംഗത്തിന് മഹത്തായ സങ്കല്പമാണ് ഹിന്ദുമതത്തിലുള്ളത്. അതിന് വലിയ സ്ഥാനമുണ്ട്. എന്താണ് സൃഷ്ടി എന്നുള്ളത്, ഇല്ലെങ്കിൽ ആധ്യാത്മികമായ ഉണർവ് എന്താണ്, ഇല്ലെങ്കിൽ ആധ്യാത്മികമായ ബോധം എന്താണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിരിക്കുന്ന വലിയ തത്വമാണ് ലിംഗതത്വം എന്ന് പറയുന്നത്. ആ തത്വത്തിനെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ. ഇവിടുത്തെ ഹിന്ദുവിനെ എന്ത് ചെയ്താലും നാളെ ഹിന്ദുവിനെ അതല്ലേ ഇവർക്ക് ഇത്ര ധൈര്യം. ഹിന്ദുക്കളും ഇതിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ലല്ലോ. ശബരിമലയിൽ കയറി ഭഗവാന്റെ തിരുനടയിൽ നിന്ന് വാതിൽപ്പാളി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നവർ, അവിടെ ഭഗവാന്റെ സ്വർണ്ണ ആഭരണങ്ങൾ, ഇല്ലെങ്കിൽ സ്വർണ്ണത്തിലുള്ള എന്തുണ്ടെങ്കിലും അടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നവന്മാർ ഇവിടെ ഉള്ളപ്പോൾ അവർ ഇതിന് ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദു സമൂഹം പ്രതികരിക്കില്ല. ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കുകയും കൃത്യമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ഇവർക്കുള്ളത് കൊണ്ടല്ലേ ഇവരത് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുപോലെ തന്നെ പറയണം. അതുകൊണ്ടാണ് പറയുന്നത്, ചില സ്ഥലത്ത് ഇത്തരം തെമ്മാടിത്തം കാണിക്കുന്നവർക്ക് അടി കൊടുക്കേണ്ടതുണ്ട്. അടി കിട്ടിയാലേ ഈ പറയുന്ന നമ്മൾ ആരെയും കൊല്ലണം കുത്തണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചില സ്ഥലത്തെങ്കിലും ഇത്തരത്തിൽ ഹിന്ദു സമുദായത്തിൻ്റെ മേൽ കുതിര കയറാൻ വരുന്നവന് ഒരടിയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ ധൈര്യപ്പെടില്ല ഇത്തരത്തിലുള്ള. കാരണം ഇവിടെ ഒന്നും ചെയ്യില്ല. അബ്ജോദ് വർഗീസ് എന്താ പറഞ്ഞത്? അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകൻ പറയുകയാണ്, ഹിന്ദു മതം എന്ന് പറയുന്നത്, സനാതനധർമ്മം എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ്. മനസ്സിലായി? അവൻ്റെ മനസ്സിലെ കുഷ്ഠമാണ് അവൻ ഈ വിളിച്ചു പറയുന്നത്. ഹിന്ദു മതം, സനാതനധർമ്മം പകർച്ചവ്യാധിയാണ്. പകർച്ചവ്യാധിയെ ഇറാഡിക്കേറ്റ് ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നെടുക്കണമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഒരു സംശയവുമില്ല, അത്ര ക്രൂരനാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഈ ലോകത്ത്, ഈ രാജ്യത്തുള്ള
കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്നുള്ളതാണ്. അബ്ജോദ് വർഗീസിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അതാണ്. അവൻ അത് എഴുതുമ്പോൾ എന്തായിരിക്കും മനസ്സിൽ വിചാരിച്ചിരിക്കുക? ഓരോ ഹിന്ദുക്കളെയായി പിടിച്ചു നിർത്തി തല വെട്ടുന്നത്, അവരെ കശാപ്പ് ചെയ്യുന്നത് സ്വപ്നം കണ്ട് കിടക്കുന്ന മനുഷ്യനാണ് ഈ അബ്ജോദ് വർഗീസ് എന്ന് പറയുന്നത്. അയാളെ പോലെ നീചമായ മനസ്സൊന്നും ആലോചിച്ച് നോക്കൂ. ഹിറ്റ്ലർ പോലും ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ കൊല്ലാം, ഇങ്ങനെ പകർച്ചവ്യാധി ഇല്ലാതാക്കുന്നത് പോലെ കൊല്ലണം, ഇല്ലായ്മ ചെയ്യണം, ഒരു സമൂഹത്തിനെ ആകെ അതിൻ്റെ മൂല്യങ്ങളെ, അതിൻ്റെ വിശ്വാസങ്ങളെ, അതിൻ്റെ ആരാധനകളെ, അതിൻ്റെ കലയെ, അതിൻ്റെ തത്വചിന്തയെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരനാണെന്ന് ആലോചിച്ച് നോക്കുമെന്ന്. നമ്മളീ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ചില കാര്യങ്ങൾക്ക് അടിയാണ് പരിഹാരം. ഒരു അടി കൊടുക്കണം, ഒരു കൊട്ട് കൊടുക്കാതെ ചില കാര്യങ്ങൾ തിരുത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ സ്വഭാവം ഇത്ര ക്രൂരം? ചെറുത്ത് നിൽപ്പില്ലാതായാൽ, നമ്മൾ പ്രതിരോധിക്കാതായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്രമണം പെരുകിക്കൊണ്ടേയിരിക്കും. അത് നിരന്തരമായി പെരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ധൈര്യം വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് ആൾക്കാർ ഇത്തരത്തിൽ ഹിന്ദു മതത്തിനെ അവഹേളിക്കാൻ, അതിൻ്റെ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ആക്രമിക്കാൻ, നിരന്തരമായ ആക്രമണമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എവിടെയെങ്കിലും കേട്ടോ ബംഗ്ലാദേശിൽ ഈ പറയുന്ന ഹിന്ദുക്കളെ പിടിച്ചു നിർത്തി വെട്ടിക്കൊല്ലുന്നു, കത്തിക്കുന്നു, ജീവനോടെ കത്തിക്കുന്നു, നഗ്നരാക്കി മർദ്ദിക്കുന്നു, ഇതെല്ലാം കണ്ടു. അവിടെ ബംഗ്ലാദേശിലെ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ അടിച്ചതായിട്ട്, വെട്ടിയതായിട്ട്, കൊന്നതായിട്ട് കേട്ടോ? ഹിന്ദു സമൂഹം ഇങ്ങനെയാണ്. അവർ തിരിച്ച് പ്രതികരിക്കുന്നതിൽ കായികമായിട്ട് ആക്രമിക്കാനോ ഒന്നും മെനക്കെടാൻ പോകാത്തവരാണ്. ശാന്തമായ ഒരു സമൂഹമാണ്. പക്ഷേ ശാന്തമായ സമൂഹത്തിന് അണമുട്ടിയ ചേരയും കടിക്കുമെന്നാണ്. അവസാനമാകുമ്പോൾ ഇതിന് ഒരു വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. തെമ്മാടിത്തത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിക്കണമെങ്കിൽ എല്ലാവരുടെയും മേൽ കാണിക്കണം. അതെ, അതിന് ധൈര്യം വേണം. അതെ, ഇവിടെ സഭയുടെ മുമ്പിലെത്തുമ്പോൾ സർക്കാർ മാപ്പ് പറയുന്നു, ബിനാലെ പൂട്ടിക്കുന്നു, ചിത്രം എടുത്തു മാറ്റുന്നു. അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നഗ്നയായി ഇരിക്കുന്ന, ചുറ്റും കന്യാസ്ത്രീമാർ നിൽക്കുന്ന യേശുവിന് പകരം ഒരു സ്ത്രീ അർദ്ധനഗ്നയായ ഒരു സ്ത്രീ ഇരിക്കുന്നതിൻ്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ബിനാലയിൽ പ്രദർശിപ്പിച്ചതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. ചുറ്റും കുറേ കന്യാസ്ത്രീമാർ നിൽക്കുന്നതായിട്ട്. പക്ഷേ അതിന് നടപടിയുണ്ടായി. സർക്കാർ മാപ്പ് പറയുന്നു, ബിനാലെ മാപ്പ് പറയുന്നു, ബിനാലെ ചിത്രം മാറ്റുന്നു. ഇവിടെ ശിവലിംഗത്തെ നേരിട്ട് അതിക്രൂരമായ രീതിയിലാണ് അവർ അവഹേളിച്ചിരിക്കുന്നത്. ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന, ആർത്തവരക്തം അഭിഷേകം ചെയ്യുന്നതായിട്ടല്ലേ പടം വരച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത്? പാല്, നെയ്യ്, വെണ്ണ, തൈര്, ഇതുപോലുള്ള കാര്യങ്ങളും ഈ പറയുന്ന എന്താണ് ഭസ്മം, വിഭൂതി, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് അഭിഷേകം ചെയ്യുന്നത്. അതിനെ എന്താണ് അവിടെ കാണുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ തത്വമാണ്. പ്രപഞ്ചത്തെ മൊത്തമാണ് കാണുന്നത് എന്നുള്ളതാണ്. ശിവനെ ലിംഗരൂപത്തിലാണ് ആരാധിക്കുന്നത് എന്നുള്ളതാണ്. ആ മഹാലിംഗമായിട്ട് അതിനെ കാണുന്നത്, അതിനെ കണക്കാക്കുന്നതിൻ്റെ ആ പിന്നിലെ തത്വത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. ഒരു നമുക്കൊരു മിനിറ്റിലോ 10 മിനിറ്റിലോ ഒന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ തത്വജ്ഞാനമാണ് സങ്കല്പത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ നശിപ്പിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതിനെ ആക്രമിക്കാനായിട്ട് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. ഒരു മടിയുമില്ലാതെ ഈ ഹിന്ദു സമുദായത്തിന് മേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു നിർബാധം അവർ തുടരുന്നു. അവരെ ഒരു മനുഷ്യനും ഒന്നും പറയുന്നില്ല, പ്രതിഷേധമില്ല, പ്രകടനമില്ല, വാർത്ത പോലുമില്ല. ഒരു പത്രത്തിൽ വാർത്ത വരണ്ടേ? വാർത്ത എന്തുകൊണ്ടാണ് വരാത്തത്? വരും വാർത്ത വരും. എവിടെ വരും? ജന്മഭൂമിയിൽ വരും, ജനം TV യിൽ വാർത്ത വരും. വേറെ ഒരിടത്തും വാർത്ത വരില്ല എന്നുള്ളതാണ്. എല്ലാവരും മൗനമാണ്. വെള്ളാപ്പള്ളി മിണ്ടുന്നില്ല, സുകുമാരൻ നായർ മിണ്ടുന്നില്ല. ഹിന്ദു വിശ്വാസത്തെ അധിക്ഷേപിച്ചത്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇത് വന്നപ്പോൾ സിറോ മറബൽ സഭ വന്നു, സഭയുടെ അധ്യക്ഷന്മാർ വന്നു, മത മേലധികാരികളെല്ലാം വന്നിരിക്കുന്നു. ഇനി ഈ മുസ്ലിങ്ങളെയാണ് വല്ലതും പറയുന്നതെങ്കിലോ സമസ്തയുടെ നേതാക്കൾ വരും, പാണക്കാട് തങ്ങൾ വരും. വരുന്നതിന് മുമ്പ് അവർ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം വരുമ്പോൾ തന്നെ കിട്ടുകിട്ടാ വിറച്ചുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യും? നടപടിയെടുക്കും. പക്ഷേ ഇവിടെ നടപടി വല്ലതും ഉണ്ടാകുമോ? ഇവിടെ ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിക്രൂരന്മാരായിട്ടുള്ള അധികാരികൾ ഇവിടെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അവരാണ് ഈ പറയുന്ന ലോട്ടറി വകുപ്പിൽ ഇത്തരത്തിൽ ഉള്ള ലോട്ടറി ഇറക്കാൻ തീരുമാനിച്ചത്.
ലോട്ടറി എടുത്തുകൊണ്ട് ഈ ചിത്രം വെച്ചുകൊണ്ട് അത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തത്, നിരന്തരമായ അപമാനം. ഈ പറയുന്ന പടം വരച്ചവൻ്റെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര നികൃഷ്ടമായ മനസ്സാണ് അവൻ്റെ ഉള്ളിലുള്ള വർഗീയത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വർഗീയവാദിയാണ് അവൻ. ഈ ചിത്രം ശിവലിംഗത്തിന് മേൽ ഇത് ആർത്തവരക്തം വീഴുന്ന ചിത്രം വരച്ചവൻ്റെ മനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്രൂരമാണ്, നികൃഷ്ടമാണ്. അത്രയും കുഷ്ഠം ബാധിച്ച മനസ്സെന്നൊക്കെ പറയില്ലേ, ഈ അബ്ജോദ് വർഗീസിനെ പോലെ തന്നെയാണ് ഇവരുടെയും മനസ്സ് എന്നുള്ളതാണ്. ഇവർക്കൊക്കെ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള നടപടി സർക്കാർ തലത്തിൽ നിയമ സംവിധാനത്തിലുണ്ടാവണം. ഇല്ലെങ്കിൽ മതം പ്രതികരിക്കണം, സംഘടനകൾ പ്രതികരിക്കണം, ഹിന്ദു സമൂഹം പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മാറ്റം വരില്ല. അവർ ഈ ക്രൂരമായിട്ട് എന്ത് തെമ്മാടിത്തവും ഹിന്ദു മതത്തിനെതിരെ നടത്തിക്കൊണ്ടേയിരിക്കാം എന്നുള്ളതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു സമൂഹം. അപ്പോൾ മിണ്ടാതെയും ഇരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.